പ്രിയല്ല സഹോദരി സഹോദരന്മാരെ, അഭിമാനത്തോടെയാണ് നമ്മൾ ഈ ഫ്ലാഗ് ഹോസ്റ്റിംഗ് നടത്തിയത്. ലോകത്തൊരു രാഷ്ട്രത്തിനും അവകാശപ്പെടാൻ സാധിക്കാത്ത പാരമ്പര്യത്തിന്റെ സ്മരണകൾ ഉയർത്തുന്ന ഈ ഫ്ലാഗ് ഹോസ്റ്റിംഗ് ലോക ചരിത്രത്തിൽ ഒരു ഇതിഹാസമാണ്. 78ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഭാരതം, ഈ ഭാരതം നേടിയെടുത്ത നേട്ടങ്ങൾ, ഈ ഭാരതം നേടിയെടുത്ത സ്വാതന്ത്ര്യം, അതൊക്കെ ലോകത്തിലെ പുതിയ തലമുറക്ക് വിശ്വസിക്കാൻ സാധിക്കാത്ത വിധം ഒരു വലിയ കഥയായി മനുഷ്യ മനസ്സിൽ കെട്ടിക്കിടക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. നമുക്ക് ഓർമ്മിക്കാൻ സാധിക്കുമോ? അഹിംസാ സമരത്തിലൂടെ ഭാരതം പോലൊരു രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ ആർക്കെങ്കിലും സാധിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? വ്യത്യസ്തമായ ജാതികളും മതങ്ങളും ഭാഷകളും സംസ്കാരങ്ങളും ആചാരങ്ങളും നിലനിൽക്കുന്ന ഭാരതത്തിൽ മഹാത്മജി എന്ന് പറയുന്ന നമ്മുടെ പ്രിയങ്കരനായ രാഷ്ട്രപിതാവ്, അദ്ദേഹത്തിന്റെ ആഗ്രഹം സബലീകരിക്കാൻ ഇന്ത്യയിലെ ജനകോടികൾ ഒന്നിച്ചൊരു ശക്തിയായി ഒരു കൊടിക്കൂടക്ക് കീഴിൽ അണിനിരന്ന് അരുണാസ്തമിക്കാത്ത ആംഗലേയ സാമ്രാജ്യത്തിനെതിരെ നിരായുധരായി പടവെട്ടി അഹിംസാ സമരത്തിലൂടെ ഈ നാടിന്റെ സ്വാതന്ത്ര്യം നേടിയെടുത്തത് ഒരിക്കലും വിസ്മരിക്കാൻ സാധിക്കാത്ത, ഓരോ വർഷവും ജനമനസ്സിന്റെ അകത്തേക്ക് തിളച്ചു മറിയുന്ന ഒരു കഥയായി ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രം നിലനിൽക്കുന്നു എന്ന യാഥാർത്ഥ്യത്തിന്റെ മുമ്പിലാണ് 78ാം സ്വാതന്ത്ര്യദിനം ഞാനും നിങ്ങളും ആഘോഷിക്കുന്നത്. അതിന്റെ ഫ്ലാഗ് ഹോസ്റ്റിംഗ് ആണ് ഇവിടെ നടന്നത്. പങ്കെടുത്ത എല്ലാ ആളുകൾക്കും ഞാൻ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. നാട് വികസനത്തിലേക്ക് പോവുകയാണ്. ആ വികസനത്തിലേക്ക് പോകാൻ തടസ്സമെന്ന് പറയുന്നത് ഇന്ത്യ ഇന്ന് ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെ ഗവൺമെന്റാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അദ്ദേഹം ഇവിടെ ഈ ബഹുജന ഭാഷകളും ബഹുജന സംസ്കാരങ്ങളും ഒന്നിപ്പിക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നു. അദ്ദേഹത്തിന്റെ പ്രഖ്യാപനത്തിൽ ഇവിടെ ജാതിയും മതവും വേണ്ട, ഇവിടെ ഭാഷകൾക്കുള്ള വ്യത്യാസം വേണ്ട, സംസ്കാരത്തിന്റെ വ്യത്യാസം വേണ്ട, എല്ലാം ഒരു ഭരണത്തിന്റെ കീഴിൽ, ഒരു നിയമത്തിന്റെ കീഴിൽ എല്ലാ ആളുകളെയും ചുറ്റിക്കെട്ടി സ്വന്തം ഉള്ളം കൈയിൽ വെച്ച് നിയന്ത്രിക്കാനും ഭരിക്കാനും തീരുമാനമെടുത്ത രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെയുള്ള ജനവികാരം ആളിക്കത്തിക്കാൻ ജനാധിപത്യ മതേതര ശക്തികൾക്ക് സാധിക്കണം എന്ന് ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാ സാന്നിധ്യത്തിന് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്ക് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ജയ് ഹിന്ദ്.